ഈ നിലവിളി ശബ്ദങ്ങൾ ഇന്നും ഇവിടെ മുഴങ്ങുന്നു. ഓരോ ചുമരുകളിൽ നിന്നും ആ ശബ്ദം പ്രതിധ്വനിക്കുന്നു. അറിയാതെ പറ്റിയ നാവുപിഴ മൂലം സ്ത്രീ സമൂഹവും അവരുടെ പിൻഗാമികളും പേറേണ്ടി വന്ന അപമാനഭാരം ഇന്നും ഇവിടെയുള്ളവരുടെ ഉറക്കം കെടുത്തുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും അവയൊന്നും മായാതെ മറയാതെ ഇന്നും ഈ ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ ആ അപഹാസ്യ വചനങ്ങൾ ശബ്ദിക്കുന്നു. അതെ, ഇതാണ് കേരളത്തിൻ്റെയും കേരള പോലീസിൻ്റെയും ചരിത്രത്തിൽ കറുത്ത ഏടായി മാറിയ തങ്കമണി. കുടിയേറ്റ ഗ്രാമമായിരുന്നു തങ്കമണി. ഒരു സുപ്രഭാതത്തിലാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും കുപ്രസിദ്ധിക്ക് പാത്രമായത്. ചില വ്യക്തികളുടെ, ചില സംഘടനകളുടെ പിടിവാശിക്കിരയായത് ഈ ഗ്രാമത്തിലെ ഒരു കൂട്ടം സ്ത്രീകളും. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് വിളിച്ചു പറഞ്ഞ് അലമുറയിട്ട സ്ത്രീകളുടെ വാക്കുകളെ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ വളച്ചൊടിച്ചപ്പോൾ അവരുടെയും അവരുടെ പിന്മുറക്കാരുടെയും ജീവിതത്തിൽ തീർത്താൽ തീരാത്ത കളങ്കമായി. അതിനുശേഷം നിരവധി തവണ അവർ സത്യം വിളിച്ചു പറഞ്ഞുവെങ്കിലും ആ വാക്കുകൾ കേൾക്കാൻ ആരുമുണ്ടായില്ല. എന്നാൽ ഞങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നു. ഈ നിരാലംബരായ സ്ത്രീകളുടെ മാനം തിരിച്ചു ലഭിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആ അന്വേഷണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. തങ്കമണി മാനഭംഗം, ഒരു കെട്ടുകഥ. ആ സംഭവത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെയും അന്യദേശങ്ങളിൽ നിന്നുള്ളവരെയും കാണാൻ ഇവിടെയുള്ളവർക്ക് ഭയമാണ്. കാരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴയെ വലിയ സംഭവമാക്കി മാറ്റിയവർ ഇനി എന്ത് ദുരന്തമായിരിക്കും കൊണ്ടുവരിക എന്ന ഭീതി ഇവിടുത്തെ ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ശബ്ദമാകാൻ വേണ്ടിയാണെന്ന വാക്കിൽ അവർ എല്ലാ സത്യവും പറയാൻ തയ്യാറായി. തങ്കമണിയിലെ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവത്തിന് സാക്ഷിയായ എലൈറ്റ് ബസ്സിലെ യാത്രക്കാരനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിലൂടെ സംഭവങ്ങളുടെ തുടക്കമറിയാം. ബസ്സിലുണ്ടായെന്ന് പറഞ്ഞാലേ, ബസ് പിന്നെ 4 മുക്കിൽ നിന്നും എറ്റാറ്റിൽ നിന്നുമായിട്ട് കയറി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. പാറമട എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ബസ് നിർത്തി. തങ്കമണിക്കാണ് ടിക്കറ്റ് എടുത്തത്. തങ്കമണിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ പാറമട എന്ന് പറഞ്ഞ സ്ഥലം തങ്കമണി അടുത്താണ്. ഒരു 3/4 കിലോമീറ്റർ വരും സ്റ്റാൻഡിൽ വരെ. അപ്പോൾ അവിടെ വന്നപ്പോൾ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ അത് പറയാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ബാക്കി എല്ലാ ബസ്സും 11 ബസ്സുണ്ട്. ആ 11 ബസ്സിൽ 10 ബസ്സും തങ്കമണി ടൗണിൽ അന്ന് കയറി വരുന്നുണ്ട്. ടൗണിൽ കയറി എല്ലാ വണ്ടിയും വരും. ഈ ഒരൊറ്റ ബസ് മാത്രമേ വരികയല്ല. അന്നേരം അത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വണ്ടിയിൽ അന്നേരം ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു പേരമയുണ്ടായിരുന്നു. അവർ നീലമില്ല താമസിക്കുന്നത്. അന്ന് ചെളിയുണ്ട്. ആ ചെളിയിൽ കൂടെ നടന്ന് ഇവർക്ക് വരാൻ പറ്റിയാലും ഒരു വണ്ടി ഇല്ലതായിരുന്നു. ഒരു ജീപ്പ് ഒന്നും അന്നേരം ഇങ്ങോട്ട് കടന്ന് വരാനില്ല. ഇവരെ എടുത്തോണ്ട് പോകാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും വണ്ടി ഇവിടെ നിന്ന് തിരിക്കാൻ പറ്റിയാൽ തങ്കമണിക്ക് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വണ്ടിയും പോരുകയും ചെയ്യുന്നതാണ്. നിറച്ച് യാത്രക്കാരുമായിട്ട് കയറി വരുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായി. അവർ വണ്ടി ബലമായിട്ട് തിരിച്ചു. ഞങ്ങൾ 5-6 പേരെ ഉള്ളായിരുന്നു. ഞാൻ ഡോർ തുറന്നു. ഇവർ തിരിക്കുന്ന കണ്ടുണ്ട്. ഡോർ തുറന്ന് ഞാനങ്ങ് ചാടി. വേറെ 2 പേരും കൂടെ അങ്ങ് ചാടി. പക്ഷേ ഇതിനകത്ത് ഒരു 2-3 പിള്ളേർ അകപ്പെട്ടുപോയി. അവരെ ശരിക്കും ഇവർ ഉപദ്രവിച്ചു. ഡോറിൽ അടച്ചിട്ട് ഷട്ടറുമെല്ലാം താത്ത് അവർ ബലമായിട്ട് തന്നെ വണ്ടി കൊണ്ടുപോയത്. ബസ് ഇവിടുന്ന് പോയി നേരെ സ്റ്റേഷനോടെ, കട്ടപ്പന പോലീസ് സ്റ്റേഷനോടെ ആയിരുന്നു. ഞങ്ങൾ പുറകെ പോയി. ഞാനും ഈ തൈച്ചേരി യൂസറിനും അങ്ങനെ വേണ്ടപ്പെട്ട ഞങ്ങൾ കുറേ ആൾക്കാർ. ഞാൻ വിദ്യാർത്ഥിയാണ് അന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ യൂസറിനെ എല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ കുറേ ആൾക്കാർ ഇവിടുന്ന് ഒരു വണ്ടിക്ക് ആൾക്കാർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ഈ പിള്ളേരെ പോലീസ് ശരിക്ക് മർദ്ദിച്ചു. പിന്നെ വണ്ടിക്കാരുടെ പൈസയെല്ലാം മേടിച്ചും മദ്യപാനവും എല്ലാം മേടിച്ച് പോലീസുകാർ ശരിക്കും കടിച്ച് അതിന് ശേഷം പിള്ളേരെ ശരിക്കും ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ അവരെ വിടാൻ വേണ്ടി അത് കഴിഞ്ഞ് എന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞു. അന്നേരം ജോയി തൈച്ചേരി യൂസറിനും ഇങ്ങനെ കൂടുതൽ വന്ന ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങ് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടി ഒരു 2-3 പിള്ളേരെ കൂടെ അറസ്റ്റ് ചെയ്യണമായിരുന്നു ഇവർക്ക്. അപ്പോൾ എന്താണ് ഞങ്ങൾ അവിടെ നിന്ന് മാറി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിറ്റേ ദിവസം അപ്പോൾ ആ പിള്ളേരെ യൂസറിനൊക്കെ കൂടി ജാമ്യത്തിലിറക്കി. പിറ്റേ ദിവസമാണ് പറയുന്നത് അവർ ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കുറേ പിള്ളേർ
കൂടി ഈ വണ്ടി തടഞ്ഞു. വണ്ടി തടയുമല്ല, പിന്നെ ശാന്തിഗ്രാമം മുതൽ പിള്ളേരെ 4 മുക്കിൽ നിന്ന് പിള്ളേർ മുഴുവൻ കയറി. പാറക്കടവിൽ നിന്ന് വന്നപ്പോഴത്തേനും ഫുള്ള് പിള്ളേരായി. പിന്നെ മുകളിൽ കൂടെ ടോപ്പിൽ കൂടെ പിള്ളേർ കയറി. എന്നാലും ആ ബസ് നേരെ തങ്കമണി സ്റ്റാൻഡിൽ വരികയും ചെയ്തു. അപ്പോൾ ആ വണ്ടിക്കാർ മനഃപൂർവ്വം വണ്ടി ടൗണിലേക്ക് കൊണ്ടുവരാൻ കഴിയല്ലാഞ്ഞിട്ട്, വിദ്യാർത്ഥികളെ കയറ്റാനും കഴിയല്ലാഞ്ഞിട്ട് ഉള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. ഞാൻ കേസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റുമായിരുന്നു. എന്താണ് ഞങ്ങൾ ആ ഒരു പ്രതിഷേധിച്ച് ആ വണ്ടി അവിടെ പിടിച്ചിട്ടു. തങ്കമണി പിടിച്ചിട്ട് പറഞ്ഞു ക്ഷമ പറയണമെന്ന് പറഞ്ഞു. ഈ പിള്ളേരെ അടിച്ച് ഇവരെ ഉപദ്രവിച്ചതിന് ഓർഡർ വന്ന് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമ പറയാമെന്ന് പറഞ്ഞ് ഈ വണ്ടി തങ്കമണിയിലിട്ടിട്ട് ഡ്രൈവർ കണ്ടക്ടർ പോവുകയും ചെയ്തു. ഓർഡറെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. വൈകിട്ട് വന്നത് CI തമ്പാൻ്റെ നേതൃത്വത്തിൽ കുറേ പോലീസുകാരെ കൂട്ടിയാണ്. ഒരു 10-30 പോലീസുകാർ കാണും. അവർ ചെറിയ റൂട്ട് മാർച്ച് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിടിച്ച് തള്ളുകയും ലാത്തിച്ചാർജായിരുന്നു. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അല്ലാതെ ഒരു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വെറുതെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി. ക്ഷമ പറയുന്നില്ല, വണ്ടി കൊണ്ടുപോകുന്നുള്ളതായി. പിന്നെ ആൾക്കാരെല്ലാം കൂടെ സഹകരിച്ച് വണ്ടി തന്ന് പിടിയാലെന്നായി. അങ്ങനെ പ്രശ്നം ഉണ്ടായതാണ്. അതാണ് ഏറ്റവും വലിയ കാതലായ വിഷയം. അവിടെയായി പ്രശ്നങ്ങളുടെ തുടക്കം. 10ഓളം ബസ്സുകൾക്ക് തങ്കമണിയിലേക്ക് സർവീസ് നടത്താമെന്നിരിക്കെ എലൈറ്റ് ബസ്സിന് മാത്രം ഇത് കഴിയില്ലെന്ന തർക്കമാണ് പതിറ്റാണ്ടുകളോളം ഒരു ഗ്രാമത്തെ കുപ്രസിദ്ധിയിൽ കൊണ്ടുചെന്നെത്തിച്ച സംഭവത്തിന് കാരണമായത്. ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് തീർക്കാമായിരുന്ന സംഭവം ചിലരുടെ പിടിവാശി മൂലം അപമാനത്തിൽ കലാശിച്ചുവെന്ന് വേണം പറയാൻ. ഏതായാലും സംഭവത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് മനസ്സിലായതോടെ പിന്നീടുള്ള സംഭവ വികാസങ്ങൾ എന്തായിരുന്നു എന്നറിയാനായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര. അത് ചെന്നെത്തിയത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ്. 30 വർഷമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായി പ്രവർത്തിക്കുന്ന ജോസ് എന്ന ജോസേട്ടൻ. ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇപ്പോഴും ശബ്ദം മുറിയും. കാരണം എല്ലാത്തിനും സാക്ഷിയായി അദ്ദേഹം അന്നുണ്ടായിരുന്നു. പോലീസ് ക്രൂരതയിൽ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കാനും പിടിയിലായവരെ ജയിലിൽ നിന്നിറക്കാനും ആരാരും തുണയില്ലാതെ പെരുവഴിയിൽ അകപ്പെട്ടുപോയ സ്ത്രീകൾക്കും കുട്ടികൾക്കും താങ്ങായും തണലായും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. 1986 ഒക്ടോബർ മാസം 20-ാം തീയതി വൈകുന്നേരം ഏതാണ്ട് ഒരു 5:30 7 മൈലിൽ നിന്ന് തങ്കമണിക്ക് വരേണ്ട ബസ് എലൈറ്റ് ബസ്സാണ്. തങ്കമണിയിലുള്ള 2-3 കുട്ടികൾ, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവൻ്റെ ഉപജീവന മാർഗമായി പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു ഭാഗം ഏലക്കയായിരുന്നു. അത് ഉണങ്ങാൻ വേണ്ടി 7 മൈൽ എന്ന പ്രദേശത്ത് പോവുകയും അത് ഉണങ്ങി തിരിച്ച് ഈ വാഹനത്തെ എലൈറ്റ് എന്ന ബസ്സിൽ കയറി തങ്കമണിക്ക് വരികയും ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് അന്നുണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ തങ്കമണിക്ക് ടൗണിൽ എത്തിച്ചേരാതെ പാറമട എന്ന് പറയുന്ന പ്രദേശത്ത് വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം അവിടെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയും അതിനെ വിസമ്മതിച്ച കുട്ടികളെ ബലാത്കാരമായിട്ട് അവർ കട്ടപ്പന സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായ സംഭവത്തിൻ്റെ തുടക്കം. അത് ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ അറിയുകയും അന്ന് തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും മരിച്ചുപോയ TT കുഞ്ഞാട്ടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും, അദ്ദേഹം പാണ്ടിപ്പാറക്കാരനാണ്, അദ്ദേഹവും ചേർന്ന് കട്ടപ്പന DYS ഓഫീസിൽ ഞങ്ങൾ ചെല്ലുന്നു. അന്ന് വിശ്വാദൻ പിള്ള എന്ന DYSP ആണ് അന്ന് കട്ടപ്പന DYSP ആയിട്ട് ഉള്ളത്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി കുട്ടികളെ ഞങ്ങൾ യാമത്തിലിറക്കി കൊണ്ടുവരികയും ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് വാഹന ഉടമകളും ഈ പ്രദേശവാസികളുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ തങ്കമണിക്കുള്ള റൂട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് 4 മുക്ക് വരെ വാഹനം ഓടിക്കുകയും
4 ശേഷം വണ്ടി തിരികെ പോകുന്ന ഒരു സ്ഥിതി 21-ാം തീയതി വന്നു കഴിഞ്ഞപ്പോൾ തങ്കമണിയിലുള്ള ആൾക്കാരും വിദ്യാർത്ഥികളും ഈ ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തികളായതുകൊണ്ട് നാലുമുക്കിൽ ചെന്ന് ഞങ്ങൾ ഈ ബസ് തങ്കമണിക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെടുകയും തങ്കമണിക്ക് ബലമായിട്ട് ബസ് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഈ കുട്ടികളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ അകാരണമായിട്ട് അവരെ ദേഹോദരം ഏൽപ്പിക്കുകയും മോശമായിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു, കുട്ടികളോട് ക്ഷമ പറയണം. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വന്ന് അവരുടെ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അസംബ്ലിയിൽ ക്ഷമ പറയണം എന്ന് ആവശ്യപ്പെടുകയും അതിന് തയ്യാറാവാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബസ് തടയുകയും ആ ബസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ജനം ഒന്നടങ്കം അതിനെ എതിർത്തു. അപ്പോൾ പോലീസിൻ്റെ സന്നാഹം വളരെ കുറവായിരുന്നു. വീണ്ടും അവർ സന്നാഹം വർദ്ധിപ്പിച്ചുകൊണ്ട് അന്ന് കട്ടപ്പന CA ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പീരുമേട് CAക്കായിരുന്നു IC തമ്പാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 10ഓളം പോലീസുകാർ ഇവിടെ എത്തുകയും വണ്ടി ബലമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിനെ വിസമ്മതിച്ചുകൊണ്ട് ജനം എതിർക്കുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റൂട്ട് മാർച്ച് തങ്കമണിയിലൂടെ പോലീസുകാർ നടത്തുകയും ആ റൂട്ട് മാർച്ചിന് ശേഷം അവർ ലാത്തിച്ചാർജ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജനം വളരെ വൃക്ഷമായി പ്രതികരിച്ചുകൊണ്ട് കല്ലെറിയുകയുണ്ടായി. ആ കല്ലേറിയിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പായുകയും തുടർന്ന് അവർ വലിയ സന്നാഹത്തോടുകൂടി രാത്രി കാലങ്ങളിൽ ഈ പരിസരത്തുള്ള വീടുകളിലും ടൗണുകളിലും പൊതുസ്ഥാപനങ്ങളിലുമൊക്കെ കയറി അവർക്ക് കയ്യിൽ കിട്ടുന്ന വ്യക്തികളെയൊക്കെ കൈകാര്യം ചെയ്യുകയും ഒപ്പം തന്നെ അവർ ഫർണിച്ചറുകൾ, വയറിങ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഭവനത്തിൽ കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയും കണ്ട പുരുഷന്മാരെ എല്ലാം പിടിച്ച് അവരുടെ വസ്ത്രങ്ങൾ വിസ്തരാക്കി അവരെ ഭയങ്കര രീതിയിൽ മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റി അന്നുണ്ടായിരുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു സമയമായിരുന്നു. അതും കൂടാതെ തങ്കമണിയിൽ ഒരു ഔട്ട് പോസ്റ്റ് എന്നൊരു സ്ഥാപനമുണ്ടായിരുന്നു. ആ ഔട്ട് പോസ്റ്റ് പോലീസുകാർ തന്നെ ഈ കേസിൻ്റെ ഗൗരവം വളരെ ശക്തമാക്കാൻ വേണ്ടി ആ ഔട്ട് പോസ്റ്റിന് പോലീസുകാർ തന്നെ തീവയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന ധാരാളം വ്യക്തികളുടെ പേരിൽ കേസെടുക്കുകയും അവരെ പീഡിപ്പിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും രാത്രി കാലങ്ങളിൽ ഈ സമീപപ്രദേശത്തുള്ള വീടുകളിലൊക്കെ കയറി അവർ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ചെയ്തു കൂട്ടുകയും കണ്ടാലറിയാവുന്നവരുടെ പേരിലൊക്കെ കേസുകൾ എടുക്കുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് അന്നുണ്ടായിരുന്നത്. അന്നത്തെ MLA ആയിരുന്ന ശ്രീ ജോസ് കുറ്റ്യാനി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുടെ നിരന്തരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിടിച്ചുകൊണ്ട് പോയ വ്യക്തികളെ ഇടിപ്പാസ് കൊടുത്ത് അവരെ പുറത്തേക്ക് അയക്കുകയും തുടർന്ന് ബാക്കിയുള്ളവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നാട്ടുകാർ ഒന്നടങ്കം തങ്കമണിയിൽ നിന്നും ആ സംഭവവുമായി ബന്ധപ്പെട്ട് 2 മഹനീയ വ്യക്തികൾ, ഒരു മനുഷ്യൻ അബ്രഹാം എന്ന് പറയുന്ന കോഴിമല അവരാച്ചൻ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റൊരു വയോവൈദികന് അദ്ദേഹത്തിൻ്റെ കാലിന് വെടിയേൽക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ വാഹനം ഈ വാഹനം ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് തോക്കെടുത്ത് വെടിവെച്ച് ഒരാൾ തൽക്ഷണം മരിക്കുകയും മറ്റൊരാളുടെ കാല് പോവുകയും ചെയ്ത ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് സമരം വളരെ മൂർച്ഛിക്കുകയും ഒന്നടങ്കം രാജ്ഭവനിലേക്ക് ഇവിടുന്ന് മാർച്ച് നടത്തുകയും ചെയ്തു. ആ മാർച്ചിൻ്റെ ഫലമായിട്ട് അന്നുണ്ടായിരുന്ന കർണാടക ഗവൺമെൻറ് താഴെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം പോലും സംജാതമാകാൻ കാരണം അന്ന് തങ്കമണി സംഭവമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും ഒന്നടങ്കമായ ഒരു പ്രതിഷേധം, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒരു പ്രതിഷേധം ശക്തമായതുകൊണ്ട്
ഇന്ന് തങ്കമണിയിലുള്ള ജനങ്ങൾക്ക് കള്ളക്കേസ് കുടുങ്ങുവാനോ മറ്റ് അപവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ സംഘടിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയും ആ പ്രക്രിയയിൽ പൂർണ്ണമായ പങ്കാളിത്തം വഹിക്കുവാൻ ഒരു അവസരം എനിക്ക് ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ ഖേദപൂർവ്വം അത് ശരിയായ ഒരു റിപ്പോർട്ടല്ല എന്ന് അവതരിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖേദകരമാണ് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നിരവധിയായ കേസുകൾ വന്നു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോസ് കോട്ടൂർ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ തൻ്റെ ഭർത്താക്കന്മാരെ വസ്ത്രവിമുക്തരായി നിർത്തി ഇടിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നിരോളിച്ചുകൊണ്ട് രാവിലത്തെ കുർബാനയ്ക്ക് എത്തിയപ്പോൾ എല്ലാം അച്ഛൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായും അച്ഛൻ്റെ ഒരു ഭാവനയിൽ എല്ലാം ചരിത്രം ഉൾപ്പെടെയുള്ള സംഗതികൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതിയിൽ അദ്ദേഹം വന്ന വാർത്താ മാധ്യമങ്ങളിലുള്ള പ്രവർത്തകരോട് ആ രീതിയിലുള്ള ഒരു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് ആക്കിത്തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചു. തീർച്ചയായും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അനുഭവം അതുതന്നെയാണ്. ആ സിനിമയെ സംബന്ധിച്ച് തങ്കമണിയെ പരാമർശിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. കാരണം നേരത്തെ നാളുകളോളം വർഷങ്ങളോളം ഇതിൻ്റെ കഷ്ടതകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തങ്കമണി എന്ന് പറയാൻ പോലും ലജ്ജിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് വീണ്ടും വരികയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സഹതാപം തോന്നുന്നു. അതോടൊപ്പം തന്നെ വിഷമം തോന്നുന്നു. അതിനെ സംബന്ധിച്ച് പ്രതിഷേധം വളരെ ശക്തമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, എല്ലാം കെട്ടുകഥകളായിരുന്നു. പോലീസ് നരനായിട്ട് നടത്തിയെന്നത് സത്യം. ഗ്രാമത്തിൻ്റെ പ്രധാന വഴികളോട് ചേർന്നിരിക്കുന്ന വീടുകളിൽ പോലീസ് കയറി ഇറങ്ങിയെങ്കിലും ഒരു സ്ത്രീയെപ്പോലും അപമാനിച്ചില്ല. പ്രതികൾക്കായി തെരച്ചിൽ നടത്തുക മാത്രമാണ് ചെയ്തത്. ഇവിടെ വെളിവാകുന്നത് 2 പേരുടെ നിരപരാധിത്വമാണ്. 1, ഈ ഗ്രാമത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ. 2, ഗ്രാമത്തിൽ കൂട്ടബലാത്സംഗം നടത്തിയെന്ന ചീത്തപ്പേര് വർഷങ്ങളായി പേര് നടക്കുന്ന കേരള പോലീസിൻ്റെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യത്തിൽ ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഒരു നേരത്തെ ആവേശത്തിൻ്റെ പുറത്ത് പറയുന്നതും എഴുതുന്നതുമായ കാര്യങ്ങൾ എത്ര പതിറ്റാണ്ടുകളോളം വേട്ടയാടുമെന്ന്. സെൻസേഷൻ വാർത്തകൾക്ക് പിന്നാലെ പായുന്ന ഇന്നത്തെ മാധ്യമ ലോകത്തിന് തീർച്ചയായും ഈ സംഭവം ആത്മപരിശോധന നടത്താവുന്ന ഒന്നാണ്. മെമ്പറുടെ വികാരാധീനമായ വാക്കുകളിൽ നിന്ന് പുറത്തു വരാൻ ഞങ്ങൾ ഏറെ സമയമെടുത്തു. അധികം വൈകാതെ മാധ്യമപ്രവർത്തകന്റെ ആകാംക്ഷ തല ഉയർത്തി. സംഭവത്തിന് തുടക്കം കുറിച്ച പാറമട കാണാനായി ഞങ്ങൾ പുറപ്പെട്ടു. കറുത്ത ദിനത്തിൻ്റെ മൂകസാക്ഷിയായി ഇന്നും ഈ പാറമട നിലകൊള്ളുന്നു. അന്ന് പാറമട നിന്ന സ്ഥലത്ത് ഇന്ന് കള്ളുഷാപ്പും സർവീസ് സ്റ്റേഷനുമാണ്. ഇവിടെ നിന്ന് തങ്കമണിയിലേക്ക് വരാനാണ് എലൈറ്റ് ബസ്സുകൾ വിസമ്മതിച്ചത്. പിന്നീട് ഞങ്ങൾ പോയത് അന്നത്തെ പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന IC തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വെടിവെപ്പുണ്ടായ സ്ഥലവും വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ മരിച്ചു വീണ സ്ഥലവും കാണാനായിരുന്നു. പിന്നീട് കണ്ടത് വെടിവെപ്പിൽ ഉടുമ്പയ്ക്കൽ മാത്യുവിന് 2 കാലും നഷ്ടപ്പെട്ട സ്ഥലവും മെമ്പർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അന്ന് പ്രവർത്തിച്ചിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റും ഇതിന് സമീപം തന്നെയായിരുന്നു. എല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ മെമ്പറുടെ ഭാഗത്തു നിന്ന് ഒരു ദീർഘനിശ്വാസം ഉണ്ടായിരുന്നു. തൻ്റെ നാട്ടുകാരായ സ്ത്രീകളുടെ മാനം ഇതുവഴിയെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്ന വിശ്വാസം. തങ്കമണിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കൊടും ചൂടിലും ഗ്രാമത്തിലുള്ളവർക്ക് ആശ്വാസമേകി തണുത്ത കാറ്റ്. അതെ, ഈ പ്രകൃതിയുടെ അതേ സ്വഭാവമാണ് ഇവിടുത്തെ നാട്ടുകാർക്കും. ഇവിടെ വരുന്നവരോട് എന്നും സ്നേഹത്തോടും സമാധാനപരമായും പെരുമാറുന്ന ജനത. പിന്നെ എന്തിനാണ് ഈ പാവങ്ങളോട് ക്രൂരത കാട്ടിയത്? ആർക്കുവേണ്ടി? എന്തിനു വേണ്ടി? ഇതിന് കാരണക്കാരായവരും ഇരകളായവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും അറിയാതെ നമ്മളോട് ചോദിച്ചു പോകും, വേണ്ടിയിരുന്നോ പാവങ്ങളോട് ഈ ക്രൂരത?